ഓം ശ്രീ സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കം സചാണൂരമർത്തനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. അപ്പോ ഉപനിഷത്തിൽ ഈ സൃഷ്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. സൃഷ്ടി മായികമാണ്, പ്രപഞ്ചം മായയാണ്, മിഥ്യയാണ്. നമ്മളെ സംബന്ധിച്ച് ഉള്ളതായും വാസ്തവത്തിൽ ഇല്ലാത്തതായും അനുഭവപ്പെടുന്നതാണ് മായ. പ്രപഞ്ചത്തിന് അധീനമായ, മായയ്ക്ക് അധീനമായ ജീവാത്മാക്കളാൽ ഉണ്ടെന്ന് കാണപ്പെടുന്നതും സ്ഥിരമാണെന്ന് കരുതപ്പെടുന്നതും ആയ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ സൂക്ഷ്മദൃഷ്ടിയിൽ ജ്ഞാനിക്ക് ഇല്ലാത്തതാണ്. അപ്പൊ ഉള്ളതുപോലെ തോന്നുന്നതായ ആ പ്രപഞ്ചം, അപ്പോൾ പ്രപഞ്ച സൃഷ്ടി തന്നെ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് പോലെ തോന്നുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധം 10-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. വളരെ വ്യക്തമായി സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുക. എങ്ങനെയാണ് ഈ സൃഷ്ടി? തത് സൃഷ്ട്വാ അനുപ്രാവിശത്. അപ്പൊ അനുപ്രവിശ്യ കിം സച്ച മൂർത്തം ത്യച്ച അമൂർത്തഞ്ച അഭവത്ത്. മൂർത്തവും അമൂർത്തമായി തീർന്നു എന്നർത്ഥം. അപ്പൊ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന അവ്യാകൃതങ്ങളായ നാമരൂപങ്ങളാണ് മൂർത്താമൂർത്തങ്ങൾ എന്ന്. അപ്പൊ അവ അന്തർഗതമായ ആത്മാവിനാൽ വ്യാകരിക്കപ്പെടുന്നു. വ്യാകരിക്കപ്പെട്ട ശേഷം അവ മൂർത്തമെന്നും അപൂർത്തമെന്നുമുള്ള ശബ്ദങ്ങൾ കൊണ്ട് വാച്യങ്ങളായിത്തീരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ആണ് ഈ ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിൽ പറയപ്പെടുന്നത്. നമുക്ക് അതിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അതായത് ഭാഗവത വ്യാഖ്യാനം ഈ 10-ാമത്തെ അധ്യായത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പരീക്ഷൻ മഹാരാജാവിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി ബാദരായണി സാക്ഷാൽ സുഖബ്രഹ്മ ഋഷി അതിന് വളരെ വ്യക്തമായി മറുപടി പറയുകയാണ്. ശ്രീ ശുകോവാച അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ മന്വന്തര ഈശാനുകഥാ നിരോധോ മുക്തിരാശ്രയഃ. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാനഃ ശ്രുതേന അർത്ഥേന ചാഞ്ജസ എന്ന്. ഈ ഭാഗവത പുരാണത്തിൽ, കാരണം
ഉപനിഷത്തുക്കളിൽ സൃഷ്ടി പറയപ്പെടുന്നതിന്റെ വിശദീകരണമാണ് ഇവിടെ ഭാഗവതത്തിൽ കാണുന്നത്. അതായത് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേതെന്ന് വ്യാസൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയെല്ലാം വാസ്തവത്തിൽ വേദത്തിലെ നിഗൂഢമായ തത്വങ്ങളുടെ വിശദീകരണങ്ങളാണ്. സാധാരണ ജനങ്ങളെ പ്രാപിക്കുന്ന തരത്തിൽ, സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള കഥാഭാഗങ്ങളിലൂടെ വേദത്തിലെ നിഗൂഢമായ തത്വങ്ങളെല്ലാം ഇവിടെ വർണ്ണിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവയ്ക്ക് ഈ പുരാണാദികൾക്കും ഒരു പ്രാധാന്യം വന്നു ചേർന്നത്. ശ്രുതി, സ്മൃതി, പുരാണം ഈ 3 സംഹിതകളിലൂടെയാണ് നമുക്ക്, ഈ 3 സമാഹാരങ്ങളിലൂടെയാണ് നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് ലഭിക്കുന്നതും. അപ്പോൾ കേവലം ഉപനിഷത്ത് മാത്രം പഠിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ അത് ജ്ഞാനികൾക്ക് മാത്രം പ്രാപിക്കുന്ന, ജ്ഞാനികൾക്ക് മാത്രം സിദ്ധമാകുന്നതായ, അവർക്ക് മാത്രം സിദ്ധിക്കുന്നതായ തത്വങ്ങൾ, തത്വബോധം സാധാരണക്കാർക്ക് കൂടി, മന്ദമതികളായ അജ്ഞാനികളായ സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രാപിക്കുന്ന തരത്തിലാണ് ഈ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം തന്നെ ആ തത്വങ്ങൾ വിശദീകരിക്കപ്പെടുന്നതും. ശ്രീ ശുകോവാച 10ാമത്തെ അധ്യായം, ദ്വിതീയ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായം. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ മന്വന്തരേ ഈശാനുകഥാ നിരോധോ മുക്തിരാശ്രയഃ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാനഃ ശ്രുതേന അർത്ഥേന ച അഞ്ജസാ. ഈ ഭാഗവത പുരാണത്തിൽ 10 വിഷയങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യപ്പെടുന്നുണ്ട്. ഏതെല്ലാമാണ് ആ 10 വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ, സർഗോ വിസർഗശ്ച, സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരം, ഈശാനുകഥകൾ, നിരോധം, മുക്തി, ആശ്രയം എന്ന് 10 സർഗത്തിൽ തുടങ്ങി ആശ്രയത്തിൽ അവസാനിക്കുന്നതായ സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ മന്വന്തരേ ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയഃ ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം. ഇവിടെ ഈ 10 വിഷയങ്ങളിൽ 10ാമതായിട്ടുള്ളതായ ആശ്രയം. ആശ്രയം എന്ന് പറഞ്ഞാൽ അത് തത്വജ്ഞാനം എന്നർത്ഥം. ആശ്രയത്തിന്റെ വിശുദ്ധിക്ക്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തിന് വേണ്ടി. ആശ്രയം ആരാണ്? സാക്ഷാത് ബ്രഹ്മം. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ പറയുന്ന മഹാത്മാക്കളെല്ലാം, മൈത്രേയൻ മുതലായ മഹാത്മാക്കൾ എല്ലാവരും തന്നെ സർഗാദികളായ 9 ലക്ഷണങ്ങളെ, 10ാമത് ലക്ഷ്യം ആശ്രയം, അതിനു മുമ്പ് പറയപ്പെട്ടതായ 9 വിഷയങ്ങളും അതിനെ പ്രാപിക്കുന്നതായ ലക്ഷണങ്ങളാണ്, സാധനങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ സർഗാദികളായ 9 വിഷയങ്ങളുടെയും സ്വരൂപത്തെ ശ്രുതിനാലും ശ്രുതേന അർത്ഥേന ച അഞ്ജസാ, ശ്രുതി സാക്ഷാത്തായും, അതായത് നേരിട്ട് ശ്രുതി സ്തുതിക്കുമ്പോൾ സാക്ഷാത്തായും, മറ്റു അതാത് കഥകൾ വർണ്ണിക്കുന്ന സ്ഥലങ്ങളിൽ താത്പര്യവൃത്തിയിലൂടെയും വർണ്ണിച്ചു തരുന്നു. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം വർണ്ണയന്തി മഹാത്മാനഃ ശ്രുതേന അർത്ഥേന ച അഞ്ജസാ. എന്നിട്ട് ഓരോന്നിന്റെയും വിശദീകരണം ഇവിടെ തുടങ്ങുന്നു. ഭൂതമാഹത്ര ഇന്ദ്രിയാധിയാം ജന്മ സർഗ ഉദാഹൃതഃ ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃതഃ. അപ്പോ ഇവയിൽ ഈ ആകാശം മുതലായ മഹാഭൂതങ്ങൾ, ഭൂതാനാം, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, തദ ആത്മന ആകാശ സംഭൂതഃ ആകാശാത് വായു വായോരഗ്നിഃ
അന്നാത് പുരുഷ എന്ന് പറഞ്ഞ ഒരു സൃഷ്ടിക്രമം ഇവിടെ ഉപദേശിച്ചു. അത് തന്നെയാണ് ഭാഗവതത്തിലും വിശദീകരിച്ചു പറയപ്പെടുന്നത്. ഭൂതമഹത്ര ഇന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത. സർഗം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിയാണ്, ജന്മം. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആകാശാദി മഹാഭൂതങ്ങൾ, ശബ്ദം മുതലായ തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, മഹത് അഹങ്കാരം, ഇവയ്ക്ക് ചേർന്ന പേരാണ് ബുദ്ധി. പിന്നെ ഗുണങ്ങളുടെ പരിണാമം, ഇവയെല്ലാം തന്നെ സാക്ഷാത് ബ്രഹ്മത്തിൽ നിന്നും, പരമേശ്വര സ്വരൂപിയായ ബ്രഹ്മത്തിൽ നിന്നും വിരാട് രൂപമായും, അതായത് നേരിട്ട് യാതൊന്നിൻ്റെ ജന്മമുണ്ടാകുന്നുവോ, ഭൂതസൃഷ്ടി, അതാണ് സർഗം എന്ന് പറയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് ഭൂതാനാം ഇന്ദ്രിയധിയാം ജന്മ സർഗ ഉദാഹൃത. ഇവയെല്ലാം സർഗം, ബ്രഹ്മത്തിൽ നിന്നുള്ള സൃഷ്ടി, നേരിട്ടുള്ളത്, അതായത് വിരാട് രൂപത്തിൽ നിന്നും ഉണ്ടാകുന്നത്, അതിനെ സർഗം എന്ന് പറയുന്നു. ഇനി ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷ സ്മൃത സ്ഥിതിർവൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ മന്വന്തരാണി സദ്ധർമ്മ ഊതയ കർമ്മവാസനാഹ. ഇനി വിസർഗം എന്ന് പറയുന്നത് വിശേഷേണ സർഗം, വിശേഷ സൃഷ്ടി, ഭൗതിക സൃഷ്ടികൾ. ബ്രഹ്മണോ ഗുണവൈഷമ്യാത്, അതായത് ഈ ഹിരണ്യഗർഭം, ബ്രഹ്മാവെന്ന് പറയപ്പെടുന്ന വൈരാജപുരുഷൻ എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. വൈരാജപുരുഷൻ, ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭൻ അനുഷ്ഠിക്കുന്നതായ ചരാചര സർഗം, ചരാചര സൃഷ്ടി, ഭൗതിക സൃഷ്ടി, അതിന് വിസർഗം എന്ന് പറയുന്നു. അപ്പോൾ ബ്രഹ്മണോ ഗുണവൈഷമ്യാത് എന്ന് പറയുന്നു. അപ്പോ ഈ ഗുണവൈഷമ്യം കൊണ്ട്, ഗുണവൈഷമ്യം എന്ന് പറയുന്നത് ത്രിഗുണാത്മകമായ സത്യരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറവുകൾ കൊണ്ട് വിസർഗ പൗരുഷസ്മൃത സ്ഥിതിർ വൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ. അടുത്തത് വൈകുണ്ഠനായ ഭഗവാൻ, വൈകുണ്ഠനായ ഭഗവാന്റെ വിജയം. ഇവിടെ വിജയം എന്ന് പറയുന്നത്, അതായത് ഉത്കർഷം, താൻ സൃഷ്ടിച്ച പ്രാണിവർഗത്തിന് അവയ്ക്ക് ഉചിതമായ രീതിയിലുള്ള മര്യാദാ പാലനം, അതിനെയാണ് ഉത്കർഷം, സ്ഥിതി അഥവാ സ്ഥാനം എന്ന് പറയുന്നത്. സ്ഥിതിർ വൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ, അതിനെ സ്ഥിതി എന്നും പറയുന്നു. ഇനി പോഷണം എന്ന് പറയുന്നത്, ഭഗവാൻ ഭക്തന്മാരുടെ കാര്യത്തിൽ അവരവർ അർഹിക്കുന്ന രീതിയിൽ ചെയ്യുന്ന അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹ വിശേഷത്തെ പോഷണം എന്ന് പറയുന്നു. ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷസ്മൃത സ്ഥിതിർ വൈകുണ്ഠ വിജയ പോഷണം തദനുഗ്രഹ. പോഷണം, അതിൻ്റെ അനുഗ്രഹം. മന്വന്തരാണി സദ്ധർമ്മ ഊതയ കർമ്മവാസനാഹ. അടുത്തത് മന്വന്തരം എന്ന് പറയുന്നത് ഒരു മനുവിൻ്റെ 16 മനുക്കളുണ്ട്. ആ ഓരോ മനുക്കളുടെയും കാലം, മന്വന്തരം, അവരുടെ ഭരണകാലം, അതിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മന്വന്തരാധിപതികൾ അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നതിനെ മന്വന്തരം എന്ന് പറയും. ഇനി മന്വന്തരാണി സദ്ധർമ്മ ഊതയ കർമ്മവാസനാഹ. ഊതയ എന്ന് പറയുന്നത് ഊതികൾ, അവയാണ് കർമ്മവാസനകൾ. അത് വിശദീകരിക്കുന്നു പിന്നീട്. ഇനി
അവതാരാനുചരിതം ഹരേശ്ച അനുവർത്തിനാം. സാക്ഷാത് ഹരിയുടെ, അതുപോലെ തന്നെ ഹരിയെ അനുസരിച്ച് ജന്മം കൊള്ളുന്ന പുരുഷന്മാരുടെ ഭക്തോത്തമ അവതാരങ്ങളുടെ ആ സത്കഥയാണ് ഈശകഥ എന്ന് പറയുന്നത്. അവതാര അനുചരിതം ഹരേശ്ച അനുവർത്തിനാം പുംസാം ഈശകഥ പ്രോക്ത നാനാഖ്യാനോപബൃംഹിതാഃ. അവയാണ് ഈശകഥ എന്ന് പറയുന്നത്. ഈ ഈശകഥകൾ പലതരത്തിലുള്ള ചരിത്രങ്ങൾ കൊണ്ട് അവ പ്രവൃദ്ധമായി കാണപ്പെടുന്നു. അനവധി ചരിത്രം. അതുകൊണ്ടാണല്ലോ അനേകം കഥകൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണപ്പെടുന്നത്. ഭഗവാന്റെ അവതാരമായി, അംശാവതാരമായി ജനിക്കുന്നതായ മഹാത്മാക്കളുടെയും എല്ലാം കഥാ വർണ്ണനമാണ് ഈ പറയുന്ന ഈശകഥകളിൽ ഉൾപ്പെടുന്നത്. അവതാര അനുചരിതം ഹരേശ്ചാനുവർത്തിനാം പുംസാം ഈശകഥാഃ പ്രോക്ത നാനാ ആഖ്യാനോപബൃംഹിതാഃ. പലതരത്തിലുള്ള ചരിത്രങ്ങൾ, പലതരത്തിലുള്ള കഥകൾ കൊണ്ട് വൃദ്ധി പ്രാപിച്ചതായ, ഉപബൃംഹണം ചെയ്യപ്പെട്ടതായ, ഉപബൃംഹണം എന്ന് പറഞ്ഞാൽ വൃദ്ധി. അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്, ഇതിഹാസ പുരാണാഭ്യാം വേദം സം ഉപബൃംഹയേത് എന്ന് വേദവ്യാസൻ തന്നെ അരുളി ചെയ്തത്. ഇനി നിരോധോസ്യാനുശയനം ആത്മനസ്സഹ ശക്തിഭിഃ മുക്തിർഹിത്വാ അന്യഥാ രൂപം സ്വരൂപേണ വ്യവസ്ഥിതിഃ. ഇനി അഞ്ചാമത്തത്, ഹരി സാക്ഷാത് ബ്രഹ്മസ്വരൂപം. ആ ഹരി യോഗനിദ്രയ്ക്ക് ശേഷം ഈ തത് ആത്മന ജീവേന അനുപ്രവിശ്യ എന്ന് ശ്രുതിയിൽ പറയപ്പെട്ടതുപോലെ ഈ ജീവന് ഉപാധി സംബന്ധം ഏർപ്പെട്ടുകൊണ്ട് അവിടെ ആ ഉപാധികളുടെ കൂടെ അവയെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത് നിരോധം എന്ന് പറയും. അതായത് സർഗത്തിന്റെ നേരെ വിപരീത രൂപമാണ് നിരോധം എന്ന് പറയാം. സാക്ഷാത് ഹരി യോഗനിദ്രയ്ക്ക് ശേഷം ഈ ജീവാത്മാക്കളുടെ ഉപാധി സംബന്ധമാണ് ഉള്ളത്, എല്ലാം കൽപ്പിതമാണ്, ഇവയെല്ലാം തോന്നുന്നതാണ്. അപ്പോ അവിദ്യ കൊണ്ട് അതിൽ അധ്യസ്ഥമായ കർത്തൃത്വം, ഭോക്തൃത്വം മുതലായവയെ ഇല്ലാതാക്കിക്കൊണ്ട് പരമഹംസ രൂപമായി താൻ മാത്രമായി നിൽക്കുന്നത്, അതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. സഹ മുക്തിർഹി ഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതിഃ. സ്വരൂപേണ വ്യവസ്ഥിതിഃ, താൻ മാത്രമായി നിൽക്കുന്നത്, സ്വരൂപം, സ്വസ്യരൂപം. മറ്റ് സന്നാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് തോന്നപ്പെടുന്ന ജീവാത്മാക്കളുടെ എല്ലാം ഉപാധികൾ ഇല്ലാതാക്കിക്കൊണ്ട്, ഉപാധി ഇല്ലാതാകുമ്പോൾ ജീവാത്മാക്കളും ഇല്ലാതാകുന്നു. അവയെല്ലാം തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചുകൊണ്ട് എന്ന് തോന്നുന്നത് പോലെ താൻ തന്നെ നിൽക്കുന്നതിനെ ഇവിടെ സ്വരൂപേണ വ്യവസ്ഥിതിഃ, അതിനെ നിരോധം എന്ന് പറയുന്നു. അപ്പോ അവിദ്യാകൽപിതമായ, അവിദ്യ കൊണ്ട്, മായ കൊണ്ട് അധ്യസ്ഥമായ കർത്തൃത്വ ഭോക്തൃത്വം, അതൊക്കെ ജീവാത്മാവിനുള്ളതാണ്. കർത്തൃത്വ ഭോക്തൃത്വാദികൾ, അഹം കർത്ത, അഹം ഭോക്ത, അഹം അനുഭവിത്ത എന്നൊക്കെ. അങ്ങനെ ഇവയെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് പരമഹംസ സ്വരൂപമായി നിലനിൽക്കുന്നതിനെ അവിടെ നിരോധം, മുക്തി എന്നും പറയുന്നു. ആഭാസശ്ച നിരോധശ്ച യതശ്ചധ്യവസീയത്തെ സാശ്രയഃ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദത്തെ. അതിനെയാണ് സാക്ഷാത് പരമാത്മാവ് എന്ന് പറയപ്പെടുന്നത്. ആശ്രയമാണ് പരമാത്മാവ്. ആഭാസശ്ച നിരോധശ്ച യതശ്ചധ്യവസീയത്തെ. ആഭാസം തോന്നുന്നത് സൃഷ്ടി, നിരോധം സൃഷ്ടിയുടെ വിപരീതം, ഇല്ലാതാക്കുന്നത്. ആഭാസം എന്ന് പറഞ്ഞാൽ മായികമായ ഒരു സൃഷ്ടി, അതാണ് ആഭാസം എന്ന് പറയുന്നത്. ആ ആഭാസവും അതിൻ്റെ വിരോധ ഗുണമുള്ളതായ നിരോധവും, ആഭാസം ഇല്ലാതാക്കുന്നതും ആയ ആ ഒരു ക്രിയകൾ
സ ആശ്രയ പരം ബ്രഹ്മ. ഇതിന് ആശ്രയമായിട്ടുള്ള പരബ്രഹ്മത്തെ, അതിനെയാണ് ആശ്രയമായിട്ട് പറയപ്പെടുന്നതും. അപ്പൊ ആശ്രയം എന്ന് പറയുന്നത് ലക്ഷ്യമായും ഇതിനു മുമ്പ് പറയപ്പെട്ടതായ 9 എണ്ണവും അതിനെ സാധിച്ചു തരുന്നതായ, മനസ്സിലാക്കി തരുന്നതായ, മുക്തിക്ക് കാരണമാകുന്നതായ, കാരണം എന്ന് പറഞ്ഞാൽ കാരണം പോലെ തോന്നുന്നതായ അവസ്ഥാവിശേഷങ്ങളായ 9 എണ്ണം ലക്ഷണങ്ങളെന്നും അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് നേരത്തെ പറഞ്ഞ സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഊതയ മന്വന്തര ഈശാന കഥാ നിരോധോ മുക്തി. ഈ 9 ലക്ഷണങ്ങളുമാണ്. ലക്ഷ്യമായത് സാക്ഷാത് ഭഗവാൻ മാത്രമാണ്, പരബ്രഹ്മം മാത്രമാണ് എന്നും കിട്ടുന്നു. അപ്പോ ആഭാസവും, അതായത് സൃഷ്ടിയും, നിരോധവും, ലയവും യാതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെ? പ്രമാണങ്ങളിലൂടെ. പ്രമാണങ്ങളിലൂടെ നിശ്ചയിച്ച് മനസ്സിലാക്കണം. വെറുതെ കേട്ടുകേൾവിയല്ല, വെറും കേട്ടുകേൾവിയല്ല, ആരോ പറഞ്ഞത് കൊണ്ട് അങ്ങനെയെന്നുള്ളതല്ല. പ്രമാണങ്ങളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ പ്രമാണനയ പരിശോധിത പ്രമേയാഹ എന്ന് പറയും സന്യാസികളെ കുറിച്ച് പറയുന്നത്. പ്രമാണങ്ങളിലൂടെ ആത്മാവ് മാത്രമാണുള്ളത് എന്ന വസ്തുതയെ നല്ലപോലെ ദൃഢമായി മനസ്സിലാക്കുന്നവൻ എന്നർത്ഥം. അപ്പോ സൃഷ്ടിയും ലയവും യാതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് പ്രമാണങ്ങളിലൂടെ നിശ്ചയിക്കുമ്പോൾ ആ വസ്തുവിനെയാണ് നാം പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും പ്രസിദ്ധമായിട്ടുള്ള ആ വസ്തുവിനെയാണ് നാം ഇവിടെ പുരാണങ്ങളിൽ ആശ്രയം എന്ന് പറയുന്നു. ആഭാസശ്ച നിരോധശ്ച യതശ്ച അധ്യവസീയത്തെ സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദത്തെ. അതിനെ പരമാത്മാവെന്നും പരബ്രഹ്മമെന്നും ഒക്കെ പറയപ്പെടുന്ന ആ വസ്തുവിനെയാണ് ഇവിടെ ആശ്രയം എന്ന് പറയപ്പെടുന്നത്. യോ ആധ്യാത് സ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദത്തെ. ഇനി യോ ആധ്യാത്മികോ അയം പുരുഷ സോ അസാവ ഏവ ആധിദൈവികഃ യസ് തത്രോ ഉഭയവിച്ഛേദഃ സ സ്മൃതോ ഹ്യാദി ഭൗതികഃ ഏകമേകതരാഭാവേ യഥാ ന ഉപലഭാമഹേ ഹൃദയം തത്ര യോ വേദ സ ആത്മാ സ്വാശ്രയ ആശ്രയ. എല്ലാം പരമവേദാന്തമാണ് ഇവിടെ പറയപ്പെടുന്നത്. ആശ്രയ സ്വരൂപം ഇവിടെ അപരോക്ഷമായ അനുഭവം കൊണ്ട് സ്പഷ്ടമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഈ ആധ്യാത്മാദി ഭേദത്തെ ഇവിടെ ഉപദേശിക്കുന്നത്. യോ ആധ്യാത്മികോ അയം പുരുഷ സോ അസാവേവ ആധി ദൈവിക എന്ന്. അതായത് ഈ ആധ്യാത്മിക പുരുഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ചക്ഷുരാദി കരണാഭിമാനിയും ദ്രഷ്ടാവുമാണ് ജീവൻ, ജീവാത്മാവാണ്. ആ ജീവാത്മാവ് ആധ്യാത്മികോ അയം പുരുഷ, ജീവാത്മാവ് ചക്ഷുരാദി കരണങ്ങളുടെ അഭിമാനിയാണ്. ചക്ഷുരാദികളോട് കൂടിയവനാണ് ആധ്യാത്മികമായ പുരുഷൻ, ജീവാത്മാവ്. അത് ദ്രഷ്ടാവുമാണ്. അപ്പോ ചക്ഷുരാദി കരണങ്ങളുടെ അഭിമാനിയും ദ്രഷ്ടാവുമായ യാതൊരു ജീവാത്മാവാണോ ആ ജീവാത്മാവിനെ തന്നെയാണ് ആധ്യാത്മിക പുരുഷൻ എന്ന് പറയുന്നത്. യോ ആധ്യാത്മികോയം പുരുഷ സോ അസാവേവ ആധിദൈവികഃ. ഇനി ഈ ആധ്യാത്മിക പുരുഷൻ തന്നെയാണ് ആദിദൈവിക പുരുഷനാകുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ചക്ഷുരാദികളുടെ അധിഷ്ഠാതാവ്, ചക്ഷുരാദികളുടെ കരണാഭിമാനിയായുള്ളത് ജീവാത്മാവ്. ചക്ഷുരാദികളുടെ അധിഷ്ഠാനമായ ദേവത ആരെന്ന് ചോദിച്ചാൽ സൂര്യൻ, സൂര്യപ്രകാശം. അങ്ങനെ ചക്ഷുരാദികളുടെ അതായത് ദൈവതമായ അധിഷ്ഠാതാവായ സൂര്യൻ മുതലായ ദേവതകളുണ്ടല്ലോ, അതും ഈ വസ്തു തന്നെയാണ്.
അപ്പോൾ അയാളെ പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ആദി ദൈവിക എന്ന് പറയും. അനുഭവിക്കുമ്പോൾ ദ്രഷ്ടാവായും അനുഭവ വിഷയമാകുമ്പോൾ ഇതായും മാറുന്നു എന്നർത്ഥം. വിഷയങ്ങളായും മാറുന്നു. അനുഭവ വിഷയങ്ങളാകുന്നു. വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ദേവതാസ്വരൂപങ്ങളാണ്. യസ് തത്ര ഉഭയവിച്ഛേദ സസ്മൃതോ ഹി ആദി ഭൗതിക. ഇനി ഒരേ ശരീരത്തിൽ ചക്ഷുരാദി ഗോളകമെന്നും ശബ്ദസ്പർശിയായ വിഷയമെന്നും രണ്ട് തരത്തിലുള്ള ഭേദം ഉള്ള പുരുഷൻ, അതായത് ആദി ഭൗതിക പുരുഷൻ എന്ന് പറയുന്നു. അപ്പോ ആധ്യാത്മികനായ പുരുഷൻ തന്നെയാണ് ആദി ദൈവികൻ. ആദി ദൈവികൻ തന്നെയാണ് ആദി ഭൗതികൻ. ഭൗതികൻ എന്ന് പറയുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുക? യസ്തത്ര ഉഭയവിച്ഛേദ സസ്മൃതോ ഹി ആദി ഭൗതിക. എല്ലാം പരമമായ വേദാന്തമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. ചക്ഷുരാദികളുടെ അധിഷ്ഠാതാവായ സൂര്യാദി ദേവതകളെ ഇവിടെ അവയെ പറയുമ്പോൾ, അവയെ നിർണയിക്കുമ്പോൾ അത് ആദി ദൈവിക പുരുഷനാകുന്നു. ഒരേ ശരീരത്തിൽ തന്നെ ചക്ഷുരിന്ദ്രിയം മുതലായ ഗോളകങ്ങളെന്നും അതുപോലെ തന്നെ രൂപം മുതലായ വിഷയമെന്നും രണ്ട് തരത്തിലുള്ള ഭേദത്തെ ഒരു പുരുഷൻ ആ ഭേദത്തിനെ പ്രാപിക്കുമ്പോൾ അതിനെ ആദി ഭൗതിക പുരുഷൻ എന്ന് പറയുന്നു. അതായത് ശരീരിയാണ്, അന്നരസമയമായ ശരീരം. അപ്പോൾ ആദി ഭൗതിക പുരുഷനും ആകുന്നു. ഇനി ഏകതരാഭാവേ യഥാ നോപലഭാമഹേ ത്രിതയം തത്ര യോ വേദ സ ആത്മാ തു സ്വാശ്രയാശ്രയ. എപ്പോഴാണോ ഈ ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം എന്നിവയ്ക്ക് ഒരു തരത്തിലും ഭേദമില്ലയോ, അപ്പോൾ ഈ മൂന്നിനെയും ആരാണോ ഒന്നായിട്ട് അറിയുന്നത്, അതായത് ആത്മാവായും ആശ്രയമായും മറ്റുള്ളവയ്ക്ക് ആശ്രയം സ്വാശ്രയമാവും മറ്റുള്ളവയ്ക്ക് ആശ്രയമായും എപ്പോഴാണോ നാം മനസ്സിലാക്കുന്നത്, ഏകതരാഭാവേ യഥാന ഉപലഭാമഹേ ത്രിതയം തത്ര യോ വേദ സ ആത്മാ സ്വാശ്രയാശ്രയ. അതായത് ഇപ്പൊ ദൃശ്യമായ വസ്തുക്കൾ ഇല്ലെങ്കിൽ ചക്ഷുരാദി കരണങ്ങളും ദ്രഷ്ടാവും അതിൻ്റെ ആവശ്യമില്ല. ചക്ഷുരാദി കരണങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് ദൃഷ്ടമായ വിഷയങ്ങൾ വേണം. ഇപ്പൊ മരം, ചെടി, കൊടി, പർവ്വതം എന്ന് ദൃശ്യമാകുന്ന വസ്തുക്കൾ ഉള്ളപ്പോൾ മാത്രമാണ് അതിനെ മനസ്സിലാക്കുന്ന ദ്രഷ്ടാവും ഏത് ഇന്ദ്രിയങ്ങളിലൂടെയാണോ മനസ്സിലാക്കുന്നത് ആ കരണമായും അവയുടെ ഒരു വസ്തുത നാം അംഗീകരിക്കേണ്ടത്. ഇതെല്ലാം റിലേറ്റീവ് ആണ്, ആപേക്ഷികമാണ് എന്ന് പറയുന്നു. അപ്പോ ദൃശ്യമായ വസ്തുക്കൾ ഇല്ലെങ്കിൽ ആ ദൃശ്യമായ വസ്തുക്കളെ ഗ്രഹിക്കുന്നവരായ ചക്ഷുരാദി കരണങ്ങളും ദ്രഷ്ടാവും നമുക്ക് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല, ഊഹിക്കേണ്ട ആവശ്യം പോലുമില്ല. അതാണ് പറയുന്നത് ഏകതരാഭാവേ യഥാന ഉപലഭാമഹേ ത്രിതയം തത്ര യോ വേദ സ ആത്മാ സ്വാശ്രയ ആശ്രയ. അപ്പൊ ഇവ രണ്ടുമില്ലെങ്കിൽ കരണങ്ങളുടെ പ്രവൃത്തിയും ആവശ്യമില്ലാതാണ്. കരണങ്ങളുടെ പ്രവൃത്തി ഇല്ലെങ്കിൽ സൂര്യാദികൾ മുതലായ ദേവന്മാരില്ലാതാകും. സൂര്യാദികളായ ദേവന്മാരില്ലാതാകുമ്പോൾ കരണങ്ങൾ പ്രവർത്തിക്കുന്നതല്ല. ഇങ്ങനെ പരസ്പര ആശ്രയം. അതുകൊണ്ട് ഇവയുടെ എല്ലാം ആലോചനാരൂപമായ ഒരു പ്രത്യയം, അതിന് സാക്ഷിയായി ആരാണോ കാണുന്നത് അതാണ് നാനാ സസൃക്ഷ രസഹ എന്ന് നാരായണീയത്തിൽ പറഞ്ഞതും 5ാമത്തെ ദശകത്തിലാണ് തോന്നുന്നു. അപ്പോ തത് സൃഷ്ട്വാ തദേവ അനുപ്രവിശ്യ സത്യച്ഛാഭവത്. അതിന്റെ വിശദീകരണമാണ് ഇവിടെ കാണുന്നത്. അപ്പോ ഈ ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം എന്നീ 3 എണ്ണത്തിനുള്ളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ മറ്റൊന്നിനെയും നമുക്ക് അംഗീകരിക്കേണ്ട ആവശ്യം ഇല്ല.
അതേസമയം ഈ മൂന്നും ഉണ്ടെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ആത്മാവ്, ആ ആത്മാവ് സ്വാശ്രയ ആശ്രയ, താൻ ആശ്രയവുമാണ്, മറ്റുള്ളവയ്ക്ക് ആശ്രയവും ആകുന്നു എന്ന് പറയുന്നു. ഇനി വൈരാജപുരുഷനെ കുറിച്ച് പറയുന്നു. വൈരാജപുരുഷൻ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. പുരുഷോ അണ്ഡം വിനിർഭിത്യ യദാദൗ സ വിനിർഗതഃ ആത്മനോ അയനമന്വിച്ഛൻ അപോസ്രാക്ഷി ശുചി ശുചീഹി. ഇനി ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു. ഈ വൈരാജപുരുഷൻ, അതായത് ഈ അധ്യാത്മാദി ഭേദത്തെ വിസ്തരിച്ച് ഉപദേശിക്കുവാനായി ഈ വൈരാജപുരുഷനിൽ നിന്നും, ബ്രഹ്മാവെന്ന് പറയപ്പെടുന്ന ഹിരണ്യഗർഭനിൽ നിന്നും എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത്, ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. പുരുഷോ അണ്ഡം വിനിർഭിത്യ യദാദൗ സ വിനിർഗതഃ ആത്മനോ അയനമന്വിച്ഛൻ അപ്പോ വസ്രാക്ഷി ശുചി ശുചിഹി. അപ്പോ ഈ വൈരാജപുരുഷൻ, ബ്രഹ്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ, ബ്രഹ്മാണ്ടത്തെ പിളർന്നുകൊണ്ട് ഭേദിച്ചുകൊണ്ട് എപ്പോഴാണോ പുറത്തേക്ക് വന്നത്, അപ്പോൾ സ്വയം ശുദ്ധനായ ആ വൈരാജപുരുഷൻ തൻ്റെ വാസത്തിന് യോഗ്യമായ ഒരു സ്ഥാനം, ശുദ്ധമായ ജലത്തെ, ഗർഭോദകം എന്ന് പറയുന്നു. ഗർഭോദകമെന്ന ശുദ്ധത്തിലും ശുദ്ധമായ ജലത്തെ ആത്മനോ അയനം അന്വിച്ഛന് അപോ അസ്രാക്ഷീത് ശുചി ശുചി. ആപോ നാരായിതി പ്രോക്താഹ ആപോ വേ നരസൂനവഃ അയനം തസ്യ താഹ പൂർവം തേന നാരായണ സ്മൃതഃ എന്ന്. ജലം ഈ നരന്റെ ഇരിപ്പിടമായതുകൊണ്ട് അതിനെ അയനം, തസ്യ താഹ പൂർവം തേന നാരായണ സ്മൃതഃ ആപോ നാരാഹ ഇതി പ്രോക്താഹ. ആപ ജലങ്ങളെയാണ് നാരം എന്ന് പറയുന്നത്. ആപോ വൈ നരസൂനവഃ. ആ ആദ്യത്തെ ആ ബ്രഹ്മാവിന്റെ, ഹിരണ്യഗർഭന്റെ ആദ്യത്തെ സൃഷ്ടിയായ ജലം, അതിൽ വസിക്കുന്നവനായതുകൊണ്ട് നാരായണൻ എന്ന് പേരും. ആത്മനോ അയനമന്വിച്ഛന് അപോ അസ്രാക്ഷീത് ശുചി ശുചീഹി. താസു അവാത്സീത് സ്വസൃഷ്ടാസു സഹസ്രപരിവത്സരാൻ. ആ ജലത്തിൽ, ശുദ്ധമായ ജലത്തിൽ 1000 വർഷം ആ ഹിരണ്യഗർഭൻ വാസം ചെയ്തു എന്നാണ്. താസ്വ അവാസീത് സ്വസൃഷ്ടാസു സഹസ്രപരിവത്സരാൻ. അതുകൊണ്ട് ആ ജലത്തിൽ, കാരണജലത്തിൽ വസിക്കുന്നവനായതുകൊണ്ട് നാരായണൻ എന്ന പേരും ലഭിക്കുന്നു. ഇനി ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച യദനുഗ്രഹതഃ സന്തി നസന്തി യദുപേക്ഷയാ. ഇനി ആ സൃഷ്ടിക്രമം തുടർന്നു പോവുകയാണ്. ദ്രവ്യം, പിന്നെ ദ്രവ്യം എന്ന് പറയുന്നത് എന്താ? പൃഥിവി മുതലായവ. കർമ്മ, അത് നിമിത്തമായ കർമ്മങ്ങൾ. പിന്നെ ദ്രവ്യം കർമ്മ ച കാലശ്ച, ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച യദനുഗ്രഹ സന്തി നസന്തി യദുപേക്ഷയാ. വാസ്തവത്തിൽ ഈ പറയുന്ന ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഇവയെല്ലാം തന്നെ അനുഗ്രഹതഃ സന്തി, യാതൊരു പുരുഷന്റെ അനുഗ്രഹം കൊണ്ടാണോ
അവ സ്ഥിതി ചെയ്യുന്നതും നസന്തി യതുപേക്ഷയാം അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഇവകളും ഇല്ലാതാകുന്നു. അപ്പോ ദ്രവ്യം, അതായത് ഉപാദാന കാരണമായ പൃഥിവിയും പിന്നെ നിമിത്തങ്ങളായ കർമ്മങ്ങളും സമഷ്ടി സൂക്ഷ്മ ശരീരാഭിമാനിയായ ഭോക്താവും, അതായത് ജീവൻ, ഭോക്താവും അതായത് ഹിരണ്യഗർഭനാകുന്ന ജീവനും സ്വഭാവവും ഇവരുടെ എല്ലാം അനുപ്രവേശം കൊണ്ട് അവ സ്വസ്വ കാര്യങ്ങളിൽ അവയ്ക്ക് കാര്യകരണ സാമർഥ്യം ഉണ്ടാകുന്നു. ഈ നാരായണന്റെ പ്രവേശമില്ലെങ്കിൽ അവയ്ക്ക് കാര്യകരണ സാമർഥ്യം ഇല്ലാതാകുന്നു. ന സന്തി യദുപേക്ഷയ ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവ ഏവച യദനുഗ്രഹത സന്തി ന സന്തി യദുപേക്ഷയ ഏകോ നാനാത്വമന്വിച്ഛന് യോഗതൽപാ സമുത്ഥിതഃ വീര്യം ഹിരണ്മയം ദേവോ മായയാ വ്യസൃജത്രിധാ. അതാണ് ഈ പറഞ്ഞ ബഹുസ്യാം ശ്രുതിയിൽ പറയുന്നുണ്ടല്ലോ, സോകാമയത ബഹുസ്യാമ, ഞാൻ പലതായി പിരിയാം എന്ന് ചിന്തിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ഏകോ നാനാത്വം അന്വിച്ഛന്, ഒരേ വസ്തുവായിരുന്ന ആ ബ്രഹ്മം നാനാത്വം പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട്, അതായത് സമഷ്ടിയായ വിരാട് അന്തർയാമി എന്നൊക്കെ പറയുന്ന ആ പുരുഷന്റെ മാഹാത്മ്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ യോഗത്തിൽ നിന്ന്, യോഗമാകുന്ന ആ സൃഷ്ടിയിൽ നിന്നും, യോഗമാകുന്ന തൽപ്പത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഈ മായ കൊണ്ട്, മായ എന്ന് പറയുന്നത് ഭഗവാന്റെ സങ്കല്പം, ഹിരൺമയമായ വീര്യം, അതായത് ഈ മൂന്നായിട്ട് പിരിയുന്നു. ആധിദൈവം, അധ്യാത്മം, അതിഭൂതം. വീര്യം ഹിരൺമയം ദേവോ മായയാ വ്യസൃജത്രിധാ. അപ്പൊ ഭഗവാന്റെ ശുശ്രൂഷാരസം, നാനാശുശ്രൂഷാരസം, പലതായി സൃഷ്ടിക്കണം, താൻ തന്നെ പലതായി സൃഷ്ടിക്കണം എന്ന് പറയുന്നതായ ആ ഒരു സങ്കല്പം, ആ സങ്കല്പം എന്ന് പറയുമ്പോൾ യോഗ നിദ്രയിൽ നിന്നും ഭഗവാൻ ഉണർന്നു എന്നാണ് പുരാണങ്ങൾ അതിനെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ യോഗമാകുന്ന തൽപ്പത്തിൽ, യോഗതൽപ്പത്തിൽ നിന്നും ഭഗവാൻ പുറത്തേക്ക് വരുമ്പോൾ മായ കൊണ്ട്, സ്വസങ്കല്പം കൊണ്ട് ഹിരൺമയമായ വീര്യത്തെ, വീര്യം ഹിരൺമയം ദേവോ മായയാ വ്യസൃജത് ത്രിധാ, മൂന്നായി വിഭജിച്ചു. അധിദൈവമഥാധ്യാത്മം അതിഭൂതമിതി പ്രഭുഃ അഥ ഏകം പൗരുഷം വീര്യം ഹൃദാഭിദ്ധ്യത തച്ഛൃണു. എങ്ങനെയാണോ മൂന്നായിട്ട് വിഭജിച്ചത് അക്കാര്യം തദ്ഭിദ്യതേ തച്ഛൃണു, അത് കേട്ടുകൊള്ളുക, അല്ലയോ മഹാരാജാവ്, പരീക്ഷൻ മഹാരാജാവേ, അത് എന്നിൽ നിന്നും മനസ്സിലാക്കുക. അന്തഃശരീര ആകാശാത് പുരുഷസ്യ വിചേഷ്ടതഃ ഓജസ്സഹോ ബലം ജജ്ഞേ തതഃ പ്രാണോ മഹാനസുഃ. പുരുഷൻ ക്രിയാശക്തിയോടെ പല തരത്തിലുള്ളതായ, നാനാപ്രകാരത്തിലുള്ളതായ ചേഷ്ട ചെയ്യുമ്പോൾ ശരീരത്തിന്റെ അന്തർഭാഗത്തിലുള്ള ആകാശം, ആ ആകാശത്തിൽ നിന്നും ഓജസ് എന്ന ഇന്ദ്രിയ ശക്തി, അതാണ് ഓജഹ, ഇന്ദ്രിയ ശക്തിയാണ് ഓജസ് എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങളുടെ ശക്തി. തത്തത് കരണ സാമർഥ്യം, കൃത്യമായിട്ട് ഒരു വസ്തുത ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അനുഷ്ഠിക്കുവാൻ വളരെ കൃത്യമായി, ഭംഗിയായി, അനതിരിക്തമായി ചെയ്യാനുള്ള ആ ഒരു സാധ്യതയാണ് ഓജസ് എന്ന് പറയുന്നത്. ഓജോസി സഹോസി ബലമസി ഭ്രാജോസി ദേവാനാം ധാമനാമാസി എന്നൊക്കെ ശബ്ദാധാന മന്ത്രങ്ങളുണ്ട്. ബ്രഹ്മചാരി മന്ത്രം ഉച്ചരിക്കുമ്പോൾ, അഗ്നി ആധാനം ചെയ്യുമ്പോൾ സമിതാധാനം എന്ന് പറയും, ചമതയിടുക എന്ന് പറയുന്നുണ്ടല്ലോ. ആ ചമതയിടുന്ന സമയത്ത് പറയുന്ന മന്ത്രങ്ങളൊക്കെ, ആ പറയുന്ന മന്ത്രങ്ങൾ ഇതാണ്.
ഓജോസി സഹോസി ബലമസി ഭ്രാജോസി എന്ന്. ആ വേദമന്ത്രങ്ങളെല്ലാം പറയുന്നത് ഓജസ് ഉണ്ടാകട്ടെ, സഹം ഉണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ എന്നൊക്കെ. ഇനി ആ പുരുഷൻ അന്തഃശരീര ആകാശാത് പുരുഷസ്യ വിജേഷ്ടത ഓജഃ സഹോ ബലം ജജ്ഞേ തത പ്രാണോ മഹാനസുഹു. ആ ഓജസ് എന്ന ഇന്ദ്രിയ ശക്തി, സഹഹ എന്ന് പറയുന്നതായ മനഃശക്തി, ബലം ബലം എന്ന് പറയുന്നതായ ദേഹശക്തി, അങ്ങനെ ശക്തിയാത്മകമായ ആ സൂക്ഷ്മരൂപത്തിൽ നിന്നും സൂത്രാത്മാ എന്ന് പറയപ്പെടുന്ന മുഖ്യപ്രാണൻ, പ്രാണഹ മഹാനസുഹു. മഹാനസുഹു എന്നാണ് പറയുന്നത്. സർവപ്രാണികളുടെയും പ്രാണനായ സർവപ്രാണൻ അഥവാ മുഖ്യപ്രാണൻ ഉണ്ടാവും. അനുപ്രാണന്തിയം പ്രാണാഹ പ്രാണന്തം സർവജന്തുഷു. ഈ മുഖ്യപ്രാണനെ ആശ്രയിച്ചാണ് ഒരു ഭൃത്യന്മാരെ പോലെ, സേവകന്മാരെ പോലെ പ്രാണന്തം സർവജന്തുഷു, എല്ലാ ജന്തുക്കളിലും ജനനശീലമുള്ള എല്ലാവരിലും കാണപ്പെടുന്നതായ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഈ മഹാപ്രാണനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഈ പ്രാണൻ ഈ ജന്തുവിൽ നിന്നും വിട്ടുപോയാൽ ആ മഹാപ്രാണനിൽ തന്നെ ലയിക്കും. അതിൻ്റെയും വിശദീകരണങ്ങളൊക്കെ ഇവിടെ കാണുന്നു. വളരെ സൂക്ഷ്മമായ മനസ്സിലാക്കപ്പെടേണ്ടതായ ഒരു അധ്യായമാണ് ഈ രണ്ടാമത്തെ അധ്യായം. അനുപ്രാണന്തിയം പ്രാണാഹ പ്രാണന്തം സർവജന്തുഷു അപാനന്ദമപാനന്തി നരദേവമിവ അനുഗാഹ. അനുഗാഹ ഭൃത്യാഹ സേവകാഹ, നരദേവം രാജാനം. ഒരു സേവകൻ രാജാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് പോലെ, കഴിയുന്നത് പോലെ, രാജാവിന്റെ പ്രീതിക്കനുസരിച്ച് ജീവിക്കുന്നത് പോലെ ഈ മുഖ്യപ്രാണനായ മഹാപ്രാണനെ, മഹാനസു എന്ന് പറയപ്പെടുന്ന മഹാപ്രാണനെ ആശ്രയിച്ചാണ് എല്ലാ ജന്തുക്കളിലുമുള്ളതായ പ്രാണൻ എന്ന ശക്തി അത് കാണപ്പെടുന്നു. അപാനന്ദം അപാനന്തി നരദേവമിവാനുഗാഹ. അപ്പോ ഇത് അനുസരിച്ചാണ് എല്ലാ പ്രാണികളിലുമുള്ള, എല്ലാ ജന്തുക്കളിലുമുള്ള, ജന്തു എന്ന് പറഞ്ഞാൽ എന്താ? ജനനശീലമുള്ളത്. നമ്മളെല്ലാം ജന്തുക്കളാണ്. നമ്മളെ ആരെങ്കിലും ഈ ജന്തു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ ഒരു ഭർസന വാക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ശരിയാണ്, നാം എല്ലാം ജന്തുക്കളാണ്. കാരണം ജനനശീലമുള്ളവരാണ് നാം. സർവജന്തുഷു പ്രാണന്തം, എല്ലാ ജന്തുക്കളിലും കാണപ്പെടുന്നതായ പ്രാണശക്തി ഈ പറയുന്ന മഹാപ്രാണന്റെ ഔദാര്യത്തിലാണ് കഴിയുന്നത്. അപാനന്തം അപാനന്തി നരദേവമിവാനുഗാഹ. ഇനി ഇതനുസരിച്ചാണ് എല്ലാവരും, എല്ലാ പ്രാണികളും അവരവരുടെ ചേഷ്ട ചെയ്യുന്നത്. അപാനന്ദം അപാനന്തി, ചേഷ്ടകൾ അനുസരിക്കുന്നു. പ്രാണേന ക്ഷിപതാ ക്ഷുത്രന്തരാജായത്തെ പ്രഭോഹോ പിപാസതോ ജക്ഷതശ്ച പ്രാങ്മുഖം നിരഭിദ്യത. എങ്ങനെയാണ് ഓരോ അവയവങ്ങളും ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. ഈ ചലന സ്വഭാവത്തോടു കൂടിയ പ്രാണൻ, ആ പ്രാണൻ നിമിത്തമായി, പ്രാണൻ കാരണമായി ഈ ജായത്തെ പ്രഭോഹോ. പ്രഭു, പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവാഭേദത്തെ പ്രാപിക്കുന്നവർക്ക്, അവർക്ക് എന്തുണ്ടാകുന്നു? ക്ഷുത്ത തൃഷ്ണ, തൃട്ട്, അതായത് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു. പ്രാണേന ക്ഷിപത, ഈ പ്രാണനെ അനുസരിച്ച്, പ്രാണൻ കാരണമായി, ഈ ശരീരാന്തർവർത്തിയായ പ്രാണൻ കാരണമായി ഈ വിരാടിന്, അതായത് ജീവാത്മാവിന്, അവയ്ക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു. പിപാസതോ ജക്ഷതശ്ച പ്രാമുഖം നിരബധ്യത. എന്നിട്ടോ ആ പിപാസ, ക്ഷുധ, വിശപ്പും ദാഹവും അടക്കുന്നതിനുള്ള ജലം കുടിക്കാൻ ഉള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുന്നതായ പ്രാങ്മുഖം, അതായത് വായ എന്ന ഭാഗം, മുഖം എന്ന് പറയുന്നത്, മുഖം എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം.
സംസ്കൃത ഭാഷയിൽ മുഖത്തിന് രണ്ടർത്ഥമാണ്. വായ, വായ എന്നുള്ളതിന് അവയവത്തിന് പ്രത്യേകം ശബ്ദമില്ല, മുഖമെന്ന് തന്നെയാണ്. ഇനി അപ്പോ ജലം കുടിക്കാൻ ആഗ്രഹിക്കുന്നു, ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ആ ജീവന് ആദ്യം വായ എന്ന ഭാഗം ഉണ്ടായി. അത് ഈ അണ്ഡത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. ഇനി മുഖധസ്താലു നിർഭിന്നം ജിഹ്വാ തത്രോപജായത്തെ. ആ വായിൽ നിന്നും താലു എന്ന് പറയുന്നത് ഈ നമ്മുടെ താടിപ്രദേശം, അതിനെയാണ് താലു എന്ന് പറയുന്നത്. താലു ഉണ്ടായി. മുഖതസ്താലു നിർഭിന്നേ ജിഹ്വാ തത്രോപജായത്തെ. അതിൽ നിന്നും ജിഹ്വ എന്ന് പറയുന്ന ഇന്ദ്രിയം, അതായത് നാക്ക്, അതോടൊപ്പം തന്നെ ഈ ജിഹ്വേന്ദ്രിയം കൊണ്ട് അറിയപ്പെടേണ്ടതായ പലതരത്തിലുള്ള രസം, തതോ നാനാരസോ ജിജ്ഞയാ യോ അധിഗമ്യത്തെ. അതോടൊപ്പം തന്നെ ഇതിന് ജലത്തിന്റെ ഈ രസത്തിന്റെ അതിദേവതയായ വരുണനും ഉണ്ടായി. എല്ലാം അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം, ഇവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സൃഷ്ടി സംഭവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ജിഹ്വയോടുകൂടി, ആ ജിഹ്വേന്ദ്രിയത്താൽ, നാക്ക് എന്ന ഇന്ദ്രിയത്താൽ നാം അറിയുന്നതായ പലതരത്തിലുള്ള രസങ്ങളും അതിന്റെ അതിദേവതയായ വരുണനും ഉണ്ടായി. ഇനിയോ വിവക്ഷോർ മുഖത്തോ ഭൂമ്നോ തത്തോ നാനാരസോ ജിഹ്വയാ യോ അധിഗമ്യത്തെ. വിവക്ഷോ മുഖത്തോ ഭൂമ്നോ വന്യരു വാഗ് വ്യാഹൃതം തയോഹോ. ഇനി അങ്ങനെ ഇനി സംസാരിക്കുന്നതിന് ആഗ്രഹമുള്ള, ശബ്ദോച്ചാരണത്തിന് ആഗ്രഹമുള്ളതായ ആ ഭൂമ്നഹ, ഭൂമ എന്ന് പറയപ്പെടുന്ന, ഉപനിഷത്തുകളിൽ പറയപ്പെടുന്നതായ ഏറ്റവും ബൃഹത്തായ ഭൂമ, ഏറ്റവും വലുതായത് എന്ന് പറയപ്പെടുന്ന ആ തത്വത്തിന്റെ മുഖത്തിൽ നിന്നും വന്നി എന്ന ദേവതയും വാക്ക് എന്ന ഇന്ദ്രിയവും, വന്നി വാക്ക് ഈ രണ്ട് വസ്തുതകൾ മൂലം വ്യാഹൃതമാകുന്ന ശബ്ദവും ഉണ്ടായി എന്ന് പറയുന്നു. വിവക്ഷോർ മുഖത്തോ ഭൂമ്നോ വന്യർ വ്യാഹൃതം തയോഹോ. തയോഹോ എന്ന് പറയുന്നത് കൊണ്ട് വാഗിന്ദ്രിയത്തിന്റെ കർമ്മമായ, വ്യവഹാരമായ ഇന്ദ്രിയം, ദേവത, ഇവയ്ക്കൊക്കെ അധീനമായതാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ മനസ്സിലാക്കണം. ഓരോ ദേവതയ്ക്കും അധീനമായിട്ടാണ് ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ജലൈവയെ തസ്യ ശുചിരം നിരോധ സമജായത. അടുത്തത് ശ്വാസോച്ഛ്വാസത്തിന് മാർഗമായ നാസികകൾ ഉണ്ടായി. നാസികയെ നിരഭിദ്യേതാം ദോധൂയത്തെ നഭസ്വതി. ജലേവൈ തസ്യ ശുചിരം നിരോധ സമജായത. ശ്വാസം, അപ്പൊ ക്ലേശമുണ്ടായി ആദ്യം. ഈ പ്രാണവായു അധികമായി ശരീരത്തിൽ വ്യവഹരിക്കുമ്പോൾ ഈ ജലത്തിൽ വളരെ കാലം വസിക്കുന്നത് കൊണ്ട് ആ വിരാട് സ്വരൂപത്തിന് നിരോധം സംഭവിച്ചു, ക്ലേശമുണ്ടായി എന്ന് പറയുന്നു. ഒരു തമാശ പറയുന്നത് പോലെ ക്ലേശമുണ്ടായി, നിരോധ സമജായത. അപ്പോൾ ആ പ്രാണൻ, ആ വായു പുറത്തേക്ക് കടക്കാൻ വേണ്ടി നാസികേ നിരവിദ്യേതാം ദോധൂയതി നഭസ്വതി. ആ വിരാടിന്റെ നിരോധമായിട്ടുള്ള ക്ലേശം, ആ ക്ലേശത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ശ്വാസം തടസ്സമില്ലാതെ ശ്വാസം സംഭവിക്കുന്നതിന് വേണ്ടി നാസികകൾ ഉണ്ടായി. നാസികയെ നിരവിദ്യേതാം.
ദോധൂയതി നഭസ്വതി. അപ്പോൾ ആ നാസികകളും ഗന്ധത്തെ ഗ്രഹിക്കുന്നതായ നാസികയും ഗന്ധത്തിന്റെ അതിദേവതയായ വായുദേവതയും ഘ്രാണം എന്ന ഇന്ദ്രിയവും ഉണ്ടായി. തത്ര വായുർ ഗന്ധവഹോ ഘ്രാണോ നസി ജിഗൃക്ഷതഃ. തത്ര നാസികേ നിരവിദ്യേതാം ദൂധൂയതി നഭസ്വതി. തത്ര വായു ഗന്ധവഹോ ഘ്രാണോ നസി ജിഗൃക്ഷതഃ. അപ്പോ ഈ ജിഗൃക്ഷ എന്ന് പറയുന്നത് മണം ഗ്രഹിക്കുക, ഘ്രാണം ആ ഗന്ധത്തെ ഗ്രഹിക്കുക എന്നുള്ളത്. അതിൻ്റെ അതിദേവതയായ വായുവും ഇന്ദ്രിയമായ നാസിക ഘ്രാണമും അതിൻ്റെ ഉപകരണമായ നാസികയും ഉണ്ടായി. യദാത്മനി നിരാലോകമാത്മാനം ച ദിദൃക്ഷതഃ നിർഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹഃ. അടുത്തത്, ആ ദേഹത്തിൽ പ്രകാശത്തിന്റെ കുറവ് തോന്നിയപ്പോ തന്നെ കാണാനും വിഷയത്തെ കാണാനുമുള്ളതായ കണ്ണുകളുണ്ടായി എന്നാണ് പറയുന്നത്. നിർഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിർചക്ഷുർഗുണഗ്രഹഃ. നിർഭിന്നേഹി അക്ഷിണി, ആ രണ്ട് കണ്ണുകൾ, ഗോളങ്ങൾ ഉണ്ടായി. ആ ഗോളങ്ങൾ വഴി നമുക്ക് വിഷയങ്ങളെ മനസ്സിലാക്കാൻ, അതായത് രൂപത്തെ കാണാനുള്ള ആഗ്രഹമുള്ളപ്പോൾ ആ കണ്ണുകൾ ഉണ്ടായി എന്നും, അത് ജ്യോതിസ് എന്ന സൂര്യദേവതയെയും രൂപത്തെ ഗ്രഹിക്കുന്നതായ ചക്ഷുരിന്ദ്രിയവും അവിടെ നിന്നും ഉണ്ടായി. യദാത്മനി നിരാലോകമാത്മാനം ച ദദൃക്ഷതഃ നിർഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹഃ ബോധ്യമാനസ്യ ഋഷിഭിഃ ആത്മനസ്തജ്ജിഗൃക്ഷതഃ. അപ്പോ ഇനി പറയുന്നത്, വേദങ്ങളാൽ മാത്രം അറിയപ്പെടുന്നതായ തൻ്റെ ആ ബോധനത്തെ ആഗ്രഹിക്കുന്നതായ ആ വസ്തുവിന്, ആ പുരുഷന് ചെവി എന്ന ഗോളകങ്ങൾ, കാത്, കർണൗ ച നിരവിദ്യേതാം ദിശ ശ്രോത്രം ഗുണഗ്രഹഃ വസ്തുനോ മൃദുകാഠിന്യ ലഘുർവാ ഉഷ്ണശീതതാം. ഇങ്ങനെ വേദങ്ങളിലാൽ മാത്രം അറിയപ്പെടേണ്ടതായ തൻ്റെ ബോധനത്തെ ആഗ്രഹിക്കുന്നതായ അവർക്ക് കാത്, ആ ഗോളകങ്ങൾ, അതോടൊപ്പം തന്നെ ദിക്കുകൾ എന്ന ദേവതകളും ശബ്ദമെന്ന ഗുണത്തെ ഗ്രഹിക്കുന്ന ശ്രോത്രേന്ദ്രിയവും ഉണ്ടായി. അതോടുകൂടി തന്നെ വസ്തുനോ മൃദു കാഠിന്യ ലഘു ഗുർവ ഉഷ്ണശീതതാം. വസ്തുക്കളുടെ സ്വഭാവങ്ങൾ, അതായത് കാഠിന്യം, മൃദുത്വം, ലഘുത്വം, ഗുരുത്വം, ചൂട്, അതുപോലെ തണുപ്പ് എന്നിവയെ ഗ്രഹിക്കുവാനുള്ളതായ തോല് എന്ന ഗോളകം ഉണ്ടായി. ജിഗൃക്ഷതസ്തു അംഗിർഭിന്ന തസ്യാം രോമമഹീരുഹാഹ. അതിലുള്ള രോമങ്ങൾ എന്ന ഇന്ദ്രിയവും അതിൽ നിന്ന് തന്നെ മഹീരുഹർ എന്ന ദേവതകളും ഉണ്ടായി എന്നാണ് പറയുന്നത്. തത്ര ച അന്തർ ബഹിർവാ ത്വചാ ശബ്ദ ലബ്ധഗുണോ മൃതഃ ഹസ്തൗരുരുഹുതുസ്തസ്യ നാനാ കർമ്മ ചികീർഷയാ. അതിൽ ആ നമ്മുടെ തോല് എന്ന് പറയപ്പെടുന്ന, ചർമ്മം എന്ന് പറയുന്ന ആ ഗോളകവും അതിലുള്ള രോമങ്ങൾ എന്ന ഇന്ദ്രിയവും മഹീരുഹ എന്ന് പറയപ്പെടുന്നതായ ദേവതകളും അതിൽ നിന്നും ഉണ്ടായി. ഇനി അന്തർത്വക്ക് എന്ന ഇന്ദ്രിയത്തിൽ, ത്വകിന്ദ്രിയം കൊണ്ട്, ആ ത്വക്ക് എന്ന ഇന്ദ്രിയത്തിൽ ത്വകിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കപ്പെടേണ്ടതായ സ്പർശം എന്ന ഗുണത്തോടു കൂടിയ വായുവും അത് അകത്തും പുറത്തും വ്യാപിച്ച് നിൽക്കുന്നു. തത്തജ അന്തർബഹിർവാ തസ്ത്വചാ ലബ്ധഗുണോ വൃതഃ ഹസ്തൗരുരുവതുസ്തസ്യ നാനാ കർമ്മ ചികീർഷയാ. ഇനി ഹസ്തൗരുരുഹുതുസ്തസ്യ നാനാ കർമ്മ ചികീർഷയാ. അപ്പൊ പലതരത്തിലുള്ള കർമാചരണത്തിന്റെ ആഗ്രഹമുള്ളവരായിരിക്കുമ്പോൾ ഹസ്തങ്ങൾ, കൈകൾ എന്ന ഗോളകങ്ങളും ഉണ്ടാകും. ഇനിയും അനേക കാര്യങ്ങൾ ഈ
രണ്ടാം സ്കന്ധത്തിലെ രണ്ടാമത്തെ സ്കന്ധം, ദ്വിതീയ സ്കന്ധത്തിലെ ഇതിലേക്ക് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഈ 10ാം അധ്യായം എങ്ങനെയാണ് ഭൗതിക സൃഷ്ടി ഉണ്ടായത് എന്നുള്ളത്, ഈ ഉപനിഷത്ത് വാക്യത്തിൽ പറഞ്ഞ സത്യത്യച്ചാഭവത്ത് നിരുക്തഞ്ച നിരുക്തഞ്ച നിലയനം ച നിലയനം ച വിജ്ഞാനം ച വിജ്ഞാനം ച എന്ന് പറയുന്ന ആ ഭാഗങ്ങളുടെ വ്യാഖ്യാനമായി വരുന്നതായ ഈ ഭാഗങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ എങ്ങനെയാണ് ഈ സൃഷ്ടിക്രമം വർണ്ണിക്കപ്പെടുന്നത് എന്നുള്ളത് കഥാനുസാരിയായ ചമത്കാരത്തോടു കൂടി എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു. സർവേ ജനാ സുഖിനോ ഭവന്തു.